കുട്ടി വിശേഷങ്ങളുമായി നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടന്നാലോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഗാർഡനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ സൈഡിൽ കൂടെ ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കണേ. അങ്ങനെ വലിയൊരു സെറ്റപ്പിലേക്കൊന്നും എത്തിയിട്ടില്ല. നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ അല്ലേ കളക്ട് ചെയ്ത് തുടങ്ങാം അല്ലേ. ഇപ്പം ഈ കുഴിച്ചിട്ടുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വിചാരിച്ചു വെച്ചേക്കണേ, ഇഞ്ചിയാണ് ഈ കുഴിച്ചിരുന്നത്. എന്താ സംഭവം എന്നറിയോ, ഞാനിപ്പോൾ ഗാർഡനിങ്ങിലേക്ക് ഇറങ്ങിയോട് കൂടിയിട്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഇപ്പം എൻ്റെ പിന്നാലെ, അതായത് എൻ്റെ കുട്ടികളാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണല്ലോ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കാം. അപ്പം അത് കാരണം ഇഞ്ചി കുഴിച്ചിടാൻ നന്നേക്കാം, ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഞാനും നൈസായിട്ട് ആ ഇഞ്ചിയൊക്കെ കുഴിച്ചിട്ട് നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെന്താ ഈ എംറ്റി ബോക്സിൽ നിന്ന് ചോദിക്കരുത്, അത് അപ്പുറത്തെ വീട്ടിലെ ഒരു ചെടി കൊണ്ടുവന്ന് നട്ടേക്കാണ്. നിങ്ങൾ എന്നെ കളിയാക്കൊന്നും വേണ്ട, അത് മുള വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ എടുത്തുകൊണ്ടിരുന്നതാണ് കുറ്റിമുല്ല. ഈ കുറ്റിമുല്ല വരാനായിട്ട് ഒരു കാരണമുണ്ട്. ഞാനിങ്ങനെ റോട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ചേട്ടൻ സൈക്കിളുമ്പോൾ നിറച്ച് ചെടികളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നൈസായിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി നിന്ന് നോക്കിയിട്ടോ. അപ്പോൾ പുള്ളി അവിടെ സൈക്കിൾ നിർത്തിയിട്ട് എന്നെ നന്നായി നോക്കി. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കാനായിട്ടാ തോന്നും, മീനാണോ പച്ചക്കറിയാണെന്ന്. അങ്ങനെ ഞാൻ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. 2-3 റോസും ഞാൻ വാങ്ങിച്ചു, ഒരു കുറ്റിമുല്ലയും വാങ്ങിച്ചു. നിങ്ങൾ വിചാരിക്കും ഈ കുറ്റിമുല്ലയോട് ഇപ്പം എന്താ എന്ന് ചോദിക്കും. ഈ കുറ്റിമുല്ലയോട് സ്നേഹം ഉണ്ടാവാനായിട്ട് നൊസ്റ്റാൾജി ഉണ്ട് എനിക്ക് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ചിഞ്ചു എന്നാണ് പേര് കേട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഫ്രണ്ട് അത്രേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ അവളെങ്ങനെയാണെന്ന് വെച്ചാൽ മിക്ക ദിവസങ്ങളിലും തലയിൽ മുല്ലപ്പൂ വെച്ചിട്ടാണ് വരാം കേട്ടോ. ആ മുല്ലപ്പൂവിന് എന്തൊരു മണ്ണായിരുന്നു എന്നറിയോ. വെള്ള ഷർട്ടും നീല പാവാടയും 2 സൈഡിൽ നീല റിബണും കെട്ടിയിട്ട് ആ റിബണിൻ്റെ ഇടയിൽ കൂടെ അവൾ ആ മുല്ലപ്പൂ കോർത്തതും കൂടെ വെച്ചിട്ട് വരും കേട്ടോ. മുല്ലപ്പൂ കോർക്കാന്ന് വെച്ചാൽ നമുക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത് ഒരറ്റത്തൊരു മുല്ലയും പിന്നെ വേറെ അറ്റത്തൊരു മുല്ലയും വെച്ചിട്ടൊക്കെ ആയിരിക്കും കിട്ടുക. ഇതങ്ങനെയൊന്നല്ല കേട്ടോ, നല്ല ഭംഗിയായിട്ട് കോർത്ത് വെച്ചിട്ടുണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ സത്യം പറയാലോ ആ സമയത്ത് നല്ല കൊതിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഇടക്കാലത്ത് വെച്ചിട്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു കോണ്ടാക്റ്റ് വന്നു കേട്ടോ. അപ്പോൾ അവൾ ആദ്യമായിട്ട് കോൾ ചെയ്തപ്പോഴേക്കും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു വേഷം അത് തന്നെയായിരുന്നു കേട്ടോ. വെള്ള ഷർട്ടും നീല പാവാടയും 2 ഭാഗത്ത് റിബണൊക്കെ കെട്ടിയിട്ട് ആ റിബണിൻ്റെ ഇടയിൽ കൂടെ വീണെടുക്കുന്ന മുല്ലപ്പൂവ് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അവൾ ഫോൺ ചെയ്തപ്പോൾ അവളടുത്ത് ചോദിച്ചു, എൻ്റെ വീട്ടിലെ മുല്ലച്ചെടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ, അത് സുഖമായിട്ടല്ലേ ഇരിക്കണേന്ന്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ വിളിച്ചതെന്നറിയോ. ചുരുങ്ങിയത് ഒരു 25 വർഷത്തിന് ശേഷമായിരിക്കും. എന്നാലും ആ മുല്ലച്ചെടിയുടെ കാര്യം ഞാൻ മറന്നിട്ടില്ല കേട്ടോ. അപ്പം മുല്ലപ്പൂവിന് എനിക്കിഷ്ടം തോന്നിപ്പിക്കാൻ അവളൊരു കാരണമാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ആണ് കേട്ടോ. നമ്മളൊക്കെ വലുതായി ഒരുപാട് പ്രായമൊക്കെ ആയി എന്നൊക്കെ ചിന്തിക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചോ. ഇപ്പോഴും ഞങ്ങൾ 5, 6, 7 തന്നെയാണെന്നാണ് ഞങ്ങളുടെ മനസ്സ് പറയണത് കേട്ടോ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞാൻ ഇവന്റെ പ്രായത്തിലേക്കും എത്താറുണ്ട് കേട്ടോ. ആകെ കുറച്ച് സമയമേ ലൈഫിൽ കിട്ടുന്നുള്ളൂ. ആ സമയത്ത് കുട്ടികളെടുത്ത് എപ്പോഴും തല്ലുകൂടി വഴക്കിട്ട് ചീത്ത പറഞ്ഞ് നമ്മളെ കാണുമ്പോൾ അവർക്ക് ഇറിറ്റേഷൻ, അവരെ കാണുമ്പോൾ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ നമ്മളെ ഒരു ചോദ്യം. നമ്മളും കുഞ്ഞിതിലെ ഇതുപോലെ എത്രയോ മണ്ടത്തരങ്ങൾ കാണിച്ചിരിക്കുന്നു, ഇപ്പം കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം എന്തിനാണ് പിള്ളേരെ വെറുപ്പിക്കുന്നത് എന്നാണ് ഞാൻ അധികം ചിന്തിക്കാറ്. എന്ന് വിചാരിച്ച് അവർ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഞാൻ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാറൊന്നുമില്ല. തെറ്റുകൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ക്രിമിനലായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യാറില്ല കേട്ടോ. അവരെ കൂടെ എൻജോയ് ചെയ്ത് കളിച്ച് ചിരിച്ച് ആ ഒരു പ്രായത്തിലിരിക്കുമ്പോൾ അവരെ കൂട്ടത്തിൽ ഒരാളാവുമ്പോൾ നമുക്കും പ്രത്യേകിച്ച് ടെൻഷൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഇറിറ്റേഷൻ ആവുന്നത് എപ്പോഴൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തുടച്ചിട്ട് വരുമ്പോൾ ചെളിമണ്ണ് കൊണ്ട് ചാടി ഓടിക്കേറി അവിടെ വന്ന് നിൽക്കുക, വാഷ് ബേസിൻ വൃത്തിയേടാക്കുക, അവിടെ നിന്ന് വെള്ളം എടുത്ത് നിലത്തൊഴിക്കുക, ഈ വക കലാപരിപാടിയൊക്കെ കാണുമ്പോൾ എനിക്കും ദേഷ്യം വരാറുണ്ട് കേട്ടോ. അപ്പം ഞാനും പറയും, എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പറയും തുടച്ചോ എന്ന് പറയും. ഇതിനേക്കാളും ചെറുതായിരുന്നപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ അവരെ കൊണ്ട് തുടപ്പിക്കാം, തുടച്ചാലും വൃത്തിയാവൊന്നുമില്ല. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് അമ്മ തുടയ്ക്കുമ്പോൾ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്കും കൂടി ഒന്ന് മനസ്സിലാക്കാമല്ലോ. അയ്യോ, പറഞ്ഞപ്പോൾ നമ്മൾ എവിടെ എത്തിയേ. എൻ്റെ 3 റോസാക്കൊമ്പ് കണ്ടില്ലേ നിങ്ങൾ, അതിലൊക്കെ പൂവുണ്ടായിരുന്നു കേട്ടോ. ഇതാ മറ്റേ ബഡ് ചെയ്ത് വെച്ചേക്കണ റോസാണ്. ഇനി അത് വളരുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും കടയിൽ പോയിട്ട് വളമൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ആവശ്യത്തിനൊക്കെ ഇട്ടിട്ട് അവരെ സെറ്റാക്കി എടുക്കും. അങ്ങനെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. അമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോൾ നമ്മളെല്ലാവരും എല്ലാതും പഠിച്ചിട്ടോ നല്ലല്ലോ വരാം അല്ലേ. ഓരോന്ന് ഓരോ പ്രായത്തിൽ ഇഷ്ടമുള്ള പോലെ പഠിക്കാം. എനിക്കാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും പഠിച്ചെടുക്കാനൊന്നും അധികം സമയമൊന്നും വരാറില്ല കേട്ടാ. കൂടി വന്ന 2-3 വർഷം അത്രേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഈ ഭൂമിയിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര കുറവാണ് പറയാനായിട്ട്. എല്ലാ കാര്യങ്ങളും എനിക്കിഷ്ടമാണ്. പക്ഷെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യാറില്ല. എന്നെപ്പോലെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും അല്ലേ. ഞാൻ കാലങ്ങൾക്ക് മുന്നേ ഒരു കാര്യം ഇഷ്ടപ്പെട്ടിരുന്നു, ഇപ്പം നമ്മുടെ സമയമൊക്കെ കഴിഞ്ഞു പോയില്ലേ എന്ന് ചിന്തിക്കുന്നതിൽ ഒരർത്ഥമില്ല കേട്ടോ. 80 വയസ്സിൽ SSLC പരീക്ഷ പാസ്സാവണത് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യം. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ അറിവുകളും അറിവ് തന്നെയാണ് കേട്ടോ.
അത് പഠിച്ചെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടായാൽ മാത്രം മതി. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം പഠിച്ചെടുക്കാൻ, അതായത് ഒരു 50% പഠിച്ചെടുക്കാൻ 2 വർഷത്തിലും കൂടുതലൊന്നും ആവശ്യമില്ലാന്നേ. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. ഈ യൂട്യൂബ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ അങ്ങനെ ചെറിയ രീതിയിൽ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മളിനി കുഞ്ഞു കുഞ്ഞു ചെടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഗാർഡനിങ് എത്രത്തോളം സക്സസ് ആണെന്ന് അറിയില്ല. പിന്നെ നന്നായി ഗാർഡനിങ് ചെയ്യുന്നവർക്ക് കാണുമ്പോൾ ഒരു പുച്ഛവും അപമാനിക്കലൊക്കെ വരും. പക്ഷെ ഒരു നാൾ ഞാനും നിങ്ങളെപ്പോലെ വളരെ വലുതാവും. നിങ്ങൾ മറക്കരുത്. അപ്പോൾ കുട്ടി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.